ബേലയെ തിരക്കി അലിയുമൊത്ത് ബഗ്ഗു ആ കോട്ടേജിലേക്ക് എത്തുമ്പോൾ എന്നാൽ അവൾക്ക് ഇവനോടുള്ള ദേഷ്യത്തിലും സൗന്ദര്യപ്പണക്കത്തിലും ഇപ്പോൾ ചെറിയ മാറ്റമൊക്കെയുണ്ട്. ഹോട്ടലിലെത്തി മാനേജറോട് ബേല എന്ന പേരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുന്നെങ്കിലും അങ്ങനെ ഒരു പേരിൽ ആരുമില്ല. അയാൾ അടവിറക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഒടുവിൽ അവർ കൃത്യമായി അവിടെ തന്നെ ബേലയും ഒപ്പം സപ്പോർട്ടായുള്ള ആഹാരവും കണ്ടെത്തുന്നു. ഇരുവരും അവിടെ കെയർടേക്കറായി ജോലി ചെയ്യുന്നത് താബുവിനെ കണ്ടുപിടിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മമ്മിക്ക് എന്ത് പറ്റിയും തിരക്കിറങ്ങിയപ്പോൾ മനസ്സിലായത് തന്നിട്ടുള്ള ഈ റിസോർട്ട് നമ്പറും അന്നിങ്ങോട്ട് വിളിച്ചതുമെല്ലാം ഒരു റാൻഡം ജനറേറ്റർ ആയിട്ടുള്ള നമ്പറാണ്. മാത്രമല്ല പോയ ശേഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വലിയൊരു എമൗണ്ടും പിൻവലിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്നറിയാതെ വിഷമിച്ച് വേറെ വഴിയില്ലാതെ ജോലി ചെയ്യുന്ന ബേലയ്ക്ക് മറ്റൊരു പേടി ഇനി ഈ പവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ കാണാതായതാണോ എന്നാണ്. ബേലയുടെ ഈഗോയെല്ലാം മാറ്റിവെച്ച് അലി അവൻ്റെ DGP ഉമ്മയെക്കുറിച്ചും ബഗ്ഗു കാർത്തികിനെക്കുറിച്ചും പറഞ്ഞ് സഹായിക്കാമെന്ന് കൂടെ വരാൻ വിളിക്കുന്നതിലും താനുവിൻ്റെ ഒരൊറ്റ ടോക്സിസിറ്റി കൊണ്ടാണ് അവൾ മടിക്കുന്നത്. ആഹാരമെത്തി നമുക്ക് മുതിർന്നവരുടെ സഹായമാണ് ആവശ്യമെന്ന് ബേലയെ മനസ്സ് മാറ്റിയെടുക്കുമ്പോൾ ഇന്നേരം വേറൊരു പ്രശ്നം. മുമ്പ് അലിയുടെ വണ്ടിയിടിച്ച് ആസ്മ ആശുപത്രിയിലാക്കി ആ പെണ്ണിനെ കാണാനില്ല. ഇത്രയ്ക്കും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നടക്കുന്നതിന് ഹോസ്പിറ്റൽ അധികൃതരെല്ലാം വഴക്ക് പറഞ്ഞ് CCTV ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ആ പെണ്ണ് എഴുന്നേറ്റ് നിന്ന് ഒരു കുഴപ്പവുമില്ലാതെ നടന്നു പോകുന്നത്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി നിൽക്കുമ്പോൾ കാർത്തിക് വിളിക്കുന്നെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ബേല തിരിച്ചു വരുന്ന വിവരം അറിയിക്കാൻ വിളിക്കുന്ന കാർത്തിക് ഒടുവിൽ അവർക്ക് വോയിസ് മെസ്സേജ് അയച്ച ശേഷം പരമിനെയും അറിയിക്കുന്നു. താനിനോട് ഇക്കാര്യം പറയേണ്ടെന്ന് വിചാരിക്കുമ്പോഴാകട്ടെ അവർ ഇന്നേരം തന്നെ ബേലയുടെ തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഫോണിൽ കായിയെ വിളിച്ച് ബേല സംസാരിക്കുന്നത് വഴി ജാൻവി ഇത് കേട്ടുള്ള മൂഡ് പോയി അവളുടെ പുതിയ ലൈനായ കഫേ നടത്തുന്ന കരൺ അടുക്കലേക്ക് വെച്ച് പിടിക്കുന്നു. അങ്ങനെ ബേല വീണ്ടും കാർത്തിക്കിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അവൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരു വൈഷമ്യം. പലരുടെ എതിർപ്പുകളും കണ്ട് ഒടുവിൽ കിഡ്നാപ്പ് വരെ ചെയ്യപ്പെട്ടതല്ലേ. ബേലയുടെ പവറിനെ പറ്റിയോ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയോ ഒന്നും അറിയാത്ത അഹാനെ മാറ്റി നിർത്തി കാർത്തിക് സാവകാശപ്പെടുത്തുമ്പോൾ മമ്മിക്ക് എന്തോ അപകടമുണ്ടെന്നും ഈ എലമെന്റ്സിന്റെ എല്ലാ ഒത്തുചേരൽ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നും ഭയക്കുന്ന ബേലയിലൂടെ കാർത്തിക്കിന് വീണ്ടും ശക്തമായ ഡൗട്ട് ഉണ്ടാവുകയാണ് താബുവിന്റെ മിസ്സിങ്ങിന് ഈവിൾ പവേഴ്സാണ് കാരണമെന്ന്. ആശുപത്രിയിൽ നിന്ന് ഓടിപ്പോയ പെൺകുട്ടിയെക്കുറിച്ച് ആസ്മ അലിയെ വിളിച്ചറിയിക്കുമ്പോൾ എന്നാൽ അവനത് വിശ്വസിക്കാൻ വയ്യ. നല്ലോണം പരിക്കുപറ്റിയാണ് അവളന്ന് കിടന്നത്. അങ്ങനെ ബേല തിരിച്ചു വന്ന കാര്യം പറഞ്ഞ് ആസ്മയെത്തി മമ്മിയെ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിക്കാമെന്നൊക്കെ വാക്ക് നൽകി ഇനി എങ്ങോട്ടും പോകേണ്ടെന്ന് പറയുമ്പോൾ താനുവിൻ്റെ അടുത്തേക്ക് എന്തായാലും തിരിച്ചു പോകില്ലെന്ന് ബേലയും. അപ്പോൾ ഇനി എവിടെ താമസിപ്പിക്കുമെന്ന കുഴപ്പത്തിലിരിക്കുമ്പോൾ പരമു അവിടെ എത്തുന്നതോടെ ആസ്മ അയാളുടെ വീട്ടിൽ തങ്ങാൻ ഏർപ്പാടുണ്ടാക്കാമെന്ന് പറയുന്നത് കേട്ട് ബേല പൊട്ടിത്തെറിക്കുന്നു. മുമ്പ് കിഡ്നാപ്പ് ചെയ്യാൻ വരെ ശ്രമിച്ചയാളുടെ വീട്ടിൽ എങ്ങനെ തങ്ങുമെന്നങ്ങനെ പരവുമായി തർക്കിച്ച് ഒടുവിൽ അത് അയാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി വേറെ വഴിയില്ലാതെ ചെയ്താണെന്ന് സോറി ചോദിച്ച് അങ്ങനെ ആഹാരമൊത്ത് അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നതിലും വെറുതെ വേണ്ട വാടക തന്നിരിക്കുമെന്ന് ബേലയും. അങ്ങനെ കുട്ടികളവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആസ്മയുടെ മനസ്സിൽ പുതിയ ചിന്തയാണ് ആ പെൺകുട്ടിയുടെ. നീതിശക്തികളെക്കുറിച്ച് എന്തെങ്കിലും വിവരമോ സൂചനയോ ലഭിച്ചോ എന്ന് തിരക്കുന്നതിലും കാർത്തിക്കിന് താബു ഇല്ലാതെ ആ പുസ്തകത്തിലുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനാകില്ല. എന്തായാലും ബേല വന്നോടെ താബുവിനെ വേഗം കണ്ടുപിടിക്കാമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ഈവിൾ ഫോഴ്സസ് ഇനി അധികം വൈകാതെ തന്നെ മറന്നേക്ക് വരാൻ സാധ്യതയേറെയാണ്. അത് കുട്ടികളുടെ കൂട്ടുകാരുടെ രൂപത്തിൽ പോലും. ജാൻവി ഇതേ സമയം രൺവീറിന്റെ പുതിയ ചിക്സിനോടൊപ്പമുള്ള കൊഞ്ചിക്കൊടിയിൽ നല്ല വിഷമമുള്ളത് കൊണ്ട് തന്നെ അടിയോടടിയാണ്. ഫിറ്റായ അവളെ കഫയ്ക്ക് മുകളിലുള്ള തൻ്റെ സ്റ്റേ റൂമിൽ കിടത്തി നടത്തിപ്പുകാരൻ കരൺ അവളുമായി നല്ല ടേംസിലെത്തുന്നുണ്ട്. ബേലയും മഹാനും അങ്ങനെ പരമിൻ്റെ വീട്ടിൽ സെറ്റായി വാടകത്തുക ബേല തന്നെ നിശ്ചയിച്ചു തരാമെന്ന് പറയുന്നത് കേട്ട് പരം വലിയ കാര്യമാക്കാതെ പോകുന്നെങ്കിലും അവൾക്ക് ഇപ്പോഴും അവിടെ ഒരു സേഫ് സ്ഥലമായി തോന്നുന്നേയില്ല. ഇരുവരും സ്വന്തം വീട്ടിൽ താമസത്തിനെത്തിയത് കാണുന്ന രൺവീറിന് അതിൽ വിയോജിപ്പും. അവരെ ഇറക്കി വിടാൻ പറയുമ്പോൾ പരമും വിട്ടുകൊടുക്കാതെ ഇതെൻ്റെ വീടാണ്, നിനക്ക് പ്രശ്നമെങ്കിൽ റെന്റിന് താങ്ങാനൊക്കെ പറയുന്നത് കേട്ട് ആ അരിശത്തിൽ അവൻ ആ രാത്രി തന്നെ തൻ്റെ ലിസ്റ്റിലുള്ള മീര എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. ആശുപത്രിയിൽ നിന്നും ചാടിപ്പോകുന്ന പെൺകുട്ടിയുടെ ദൃശ്യം ആസ്മ അലിയെ കാട്ടുമ്പോൾ എന്നാൽ അവനത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അന്ന് നല്ലൊരു ആക്സിഡൻ്റാണ് നടന്നത്. അവൾക്ക് ആ ഷോക്കിൽ ബോധം പോലും പോയതായിരുന്നു. കാർത്തിക് പറഞ്ഞത് നടന്നതും കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ഇവൾക്കെന്തോ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇനി എപ്പോഴെങ്കിലും ഇവളെ കണ്ട അപ്പോൾ തന്നെ വിളിക്കാനും ആസ്മ അലിയോട് പറയുന്നു. ഇതേസമയം രൺവീർ ദേഷ്യത്തിൽ വീട് വിട്ടിറങ്ങി ചെന്ന് കയറുന്ന ചിക്കാരെന്നറിയോ, അത് ഇവർ സംശയിക്കുന്ന അതേ പെണ്ണും. അടുത്ത ദിവസം അലി ഇങ്ങനൊരു സംഭവം നടന്നതിനെക്കുറിച്ച് ബഗ്ഗുവിനെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ രൺവീർ ആ പെണ്ണ് മീരയും ഒത്ത് കഴിഞ്ഞ ശേഷം രാവിലെ എണീറ്റ് പോവുകയാണ്. കാര്യം വിചാരിച്ചതിലും എളുപ്പം നടക്കുന്നുവെന്ന് അവൾ ആർക്കോ മെസ്സേജ് അയക്കുമ്പോൾ അതർത്ഥമാക്കുന്നത് രൺവീറിനെ വരുതിയിൽ എത്തിച്ചു എന്നതാണ്. ജാൻവി എണീക്കുന്നത് ഇനി വീട്ടിൽ എന്ത് പറയുമെന്ന് ആലോചിച്ചുകൊണ്ട്. കരണത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും തൻ്റെ ഒരു സ്റ്റാഫിനെ കൊണ്ട് താനുവിനെ വിളിച്ച് ബ്രേക്കപ്പായ വിഷമത്തിൽ കൗൺസിലിംഗിലായിരുന്നു എന്ന് അറിയിച്ചതായും പറഞ്ഞ് അവളെ കൂളാക്കുന്നതോടെ സന്തോഷത്തിൽ വീണ്ടും അവിടെ കിടക്കുന്നു. കരണ് കഫേക്ക് കാശ് തന്ന ഫിനാൻസുകാരുമായി ചെറിയ അകൽച്ചയുണ്ട്. ശരിയായ വാടക തന്നില്ലെങ്കിൽ കട പൂട്ടെന്ന് ഒരു കരുണയുമില്ലാതെ പെരുമാറുമ്പോൾ അവനാകട്ടെ പുതിയ ജോലിക്കാരെ വയ്ക്കാനുള്ള പ്ലാനിലും. ബേലയും മഹാനും കഫേയിലേക്കുള്ള വേക്കൻസി കണ്ട് അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂവിനൊരുങ്ങുമ്പോൾ അലി ഒരു തരത്തിൽ ബഗ്ഗുവിനെ അടുത്ത് കിട്ടി കാര്യം പറയാൻ തുടങ്ങുന്നതും അടിപേത്തി വീണ്ടും പ്രശ്നം. എന്നാൽ ഇത്തവണ ബഗ്ഗു തിരിച്ചും കട്ടക്കി നിന്ന് നിന്റെ ടോക്സിക് മൈൻഡ് മാറ്റുന്നൊക്കെ നല്ല രീതിയിൽ ചൂടായി സംസാരിച്ചൊടുവിൽ വേണ്ടാതിനും പറഞ്ഞതിനും കാണിച്ചതിനുമൊക്കെ മാപ്പ് പറഞ്ഞേ പറ്റുമെന്ന് നിൽക്കുകയാണ്. രൺവീറും കായും മറ്റുള്ളവരുമെല്ലാം കണ്ടു നിൽക്കെ അലിയും സോറി പറയുന്നു നിൽക്കുന്നതോടെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടവൾ ക്ഷമ ചോദിച്ചിറങ്ങിപ്പോകുന്നു.
അങ്ങനെ കഫേയിലെത്തുമ്പോൾ കാർത്തിക്കിൻ്റെ കോൾ വരുന്നത് വഴി ബേല താൻ വന്നേക്കാമെന്ന് പറഞ്ഞ് അഹാനെ അകത്തേക്ക് കയറ്റിവിടുമ്പോൾ ജോലിക്കായി വന്നാണെന്ന് മനസ്സിലാക്കി കരൺ ടെസ്റ്റിങ്ങിനായി ആദ്യം തന്നെ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറയുന്നു. തരക്കേടില്ലാതെ കൊണ്ടുവരുന്നതിനെ തുടർന്ന് ഇന്ന് തന്നെ ജോലിക്ക് കയറാൻ പറയുമ്പോൾ അഹാൻ അതിശയം. തൻ്റെ കൂടെ വേറൊരാളും എത്തിയിട്ടുണ്ടെന്നും അവളെ ജോലിക്ക് എടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്നാൽ ഗേൾസിനെ ഇപ്പോൾ എടുക്കാൻ പ്ലാനില്ലെന്ന് കരണം. ഇത് കേട്ട് അവിടെ നിന്ന് ബേല പെണ്ണുങ്ങളെ എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച മുകളിൽ നിന്നിറങ്ങി വരുന്ന ജാൻവി കാണുന്നതോടെ നീ ഇവിടെയും വന്നെന്ന് ചോദിച്ച് പിടിയും വലിയുമാവുന്നു. ബേലയുടെ പെരുമാറ്റത്തിൽ നല്ലത് തോന്നി അവളെ വെയിട്രസ്സായി നിയമിക്കാമെന്ന് പറയുന്നതോടെ ജാൻവി ഇത് കേട്ട് പിണങ്ങി പോകുന്നു. തന്നെ ചതിച്ച അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നതിൻ്റെ വർഷവും പരിഭവവും രൺവീർ അലിയോട് പങ്കുവയ്ക്കുന്നതിന് പിറകെ അവന് മീരയുടെ ഫോൺ കോൾ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് 30 മിനിറ്റിനുള്ളിൽ കഫേയിലെത്താൻ പറയുമ്പോൾ ബേല ഇതേ സമയം കഫേയിൽ നിന്ന് കാർത്തിക്കിൻ്റെയും ആസ്മയുടെയും അടുത്തെത്തുന്ന വഴി അന്ന് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം പഞ്ചഗിരിയിലേക്ക് എത്താൻ ഒരു വഴിയില്ലെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ബേല അത് സമ്മതിച്ചു കൊടുക്കാതെ മുമ്പ് വിളിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ പറഞ്ഞത് അടുത്തുണ്ടായതുകൊണ്ടാണെന്നും പക്ഷേ എന്തോ ഭയമുള്ളത് കൊണ്ടാണ് മമ്മി ഇങ്ങനെ ഒളിക്കുന്നതെന്നെല്ലാം പറഞ്ഞു പോകുന്നു. കഫേയിലെത്തുന്ന രൺവീറിനോട് അവളുടെ ആവശ്യം എന്തെന്നാൽ രാത്രി അവളുടെ പപ്പയോടൊപ്പം ഒരു ഡിന്നറിന് കൂടുക. അഡീബയുടെ ടോക്സിക് റിലേഷൻഷിപ്പിന് ഗുഡ് ബൈ പറഞ്ഞ് അലി ഇപ്പോൾ ആഗ്രഹിച്ച പോലെ ബഗുവൊത്ത് അടുക്കുമ്പോൾ കായിയും മുത്തശ്ശിയും ഒന്നിച്ചെന്ന് കാണുവാണ് ബേല. അവളവിടെ ഇനിയും താമസിക്കില്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നതിന് പിറകെ എങ്കിൽ ക്യാമ്പസിലേക്ക് തിരികെ വരാൻ നിർദ്ദേശിക്കുന്നു. താബുവിനെ കണ്ടുപിടിക്കാൻ നടക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ടെത്തുമ്പോൾ നീ ഇങ്ങനെ പഠിത്തമെല്ലാം കളഞ്ഞ് നടക്കുന്നത് അറിയുമ്പോൾ സ്വന്തം മകളുടെ ജീവിതം തകർത്തെന്നും കരുതി വിഷമിക്കില്ലേ? അങ്ങനെ ഒടുവിൽ മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങി ബേല തിരികെ ക്യാമ്പസിലേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. കരൺ അവൻ്റെ അച്ഛനുമായി നല്ല ടേംസിലല്ല. കാര്യം അവൻ്റെ അമ്മയെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അകത്ത് നിൽക്കുവാണ്. എങ്കിലും അവൻ്റെ അച്ഛൻ സിദ് ഇടയ്ക്ക് വന്ന് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. നിലവിലെ കഫേ നടത്തിപ്പിനും വാടക കൊടുക്കാനും കരൺ അഹാനെ കഫേ ഏൽപ്പിച്ച് സിദ്ദിൻ്റെ വീട്ടിൽ പോയി അയാളുടെ പലിശ സഹിതം 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്നുള്ള ക്യാഷ് വാങ്ങി പോകുമ്പോഴാവട്ടെ അടുത്ത ട്വിസ്റ്റ്. മീര രൺവീറിനെയും കൊണ്ടെത്തുന്നത് ഇയാളുടെ അടുക്കൽ. അതായത് കരണിൻ്റെ പപ്പയാണ് മീരയുടെയും പപ്പ. അപ്പോൾ നീചശക്തിയുടെ ആകർഷണത്തിൽ പവറുള്ള പലരും അടുത്തുകൊണ്ടേയിരിക്കുന്നു.